ഹായ് എവ്രി വൺ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വേപ്പർ പ്രഷറിനെ പറ്റിയും അതേപോലെ തന്നെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ പറ്റിയുമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സെഷനിൽ നമുക്ക് ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോസിസ് ആൻഡ് ദെൻ ഫൈനലി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ തുടങ്ങാം. ആക്ച്വലി എന്തായിരിക്കും ഇവരുടെ ഡെഫിനിഷൻ? എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് നോക്കണേ, the temperature at which vapor pressure of a liquid, ശ്രദ്ധിക്കണം, vapor pressure of a liquid becomes equal to atmospheric pressure. മേ ബി ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടാവും, എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ. ഇവിടെ ഞാനൊരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു കൺസിഡർ എ കണ്ടെയ്നർ. ഓക്കെ, ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോൾവെൻ്റ് എടുക്കുക. ലെറ്റ്സ് സേ സപ്പോസ് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് വേപ്പർ പ്രഷർ എന്താകും? വേപ്പർ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ടെമ്പറേച്ചർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വേപ്പർ പ്രഷർ എന്താവും? ഇൻക്രീസ് ആകും. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഷുഡ് ബി എ ക്ലോസ്ഡ് കണ്ടെയ്നർ. അപ്പോൾ ഇത് ഞാൻ ഗ്രാഫിക്കലി ഞാൻ നിങ്ങൾക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. നോക്കിക്കോളേ, ഇതാ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, വൈ ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വേപ്പർ പ്രഷർ എടുക്കുന്നു. ആൻഡ് ഇവിടെ എന്തെടുക്കുന്നു, യെസ്, ടെമ്പറേച്ചർ ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഇതാ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഞാൻ മാർക്ക് ചെയ്യുന്നു, വിച്ച് ഇസ് പി ഈസ് ഈക്വൽ ടു വോട്ട്? 1 atm. ഓക്കെ, ഇനി ഇതാ ഇവിടെ നിന്ന് ഇതാണ് എൻ്റെ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ. ഈ ടെമ്പറേച്ചറിൽ ഇത്രയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താകും? യെസ്, നമ്മുടെ വേപ്പർ പ്രഷറും ഇൻക്രീസ് ആവും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റിൽ ഇവരെന്താകും? യെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകും. ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു വാട്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കോളെ, എന്താ ഞാൻ പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ്, എന്താണ്, നമ്മുടെ പ്യുവർ സോൾവെൻ്റ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ദ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യും ബോയിലിംഗ് പോയിന്റ്. അല്ലെങ്കിൽ എനിക്ക് TB0 പ്യുവർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, TB0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ്, ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു വോട്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എന്തുകൊണ്ട് ഇത് ലീനിയർ ഒന്നും ആയില്ല, ഇതൊരു കർവ് പോലെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം നമ്മളുടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലോഗ് P2/P1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ H ബൈ 2.303 R 1/T1 മൈനസ് 1/T2. നമ്മുടെ ക്ലോഷ്യസ് ക്ലാപ്രയോൺ ഇക്വേഷൻ. യെസ്, ക്ലോഷ്യസ് ക്ലാപ്രയോൺ ഇക്വേഷൻ ആണ് അല്ലേ? ക്ലോഷ്യസ് ക്ലാപ്രയോൺ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതെന്താവാത്തത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവാത്തത്. ഓക്കെ, അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ, പ്യുവർ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആക്ച്വലി എന്താ സംസാരിക്കേണ്ടത്? ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ശ്രദ്ധിക്കണേ, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? യെസ്, നമുക്ക് സൊല്യൂട്ടും ഉണ്ടാകും, അതേപോലെ സോൾവെൻറ്റും ഉണ്ടാകും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേസ് 2 ആണ്. ആൻഡ് ദിസ് സൊല്യൂട്ട് വിൽ ബി നോൺ വോളട്ടൈൽ ഇൻ നേച്ചർ. നോൺ വോളട്ടൈൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വേപ്പർ പ്രഷർ സൊല്യൂഷൻ്റേത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഡിക്രീസ് ചെയ്യും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് in presence of non-volatile solute, yes, vapor pressure of solution actually decreases. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയായിരിക്കും? ഇതാ നോക്കിക്കോ, ഇവിടെ ഞാൻ അതേപോലെ ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. ഇതാ ഇവിടെ ടെമ്പറേച്ചർ വേഴ്സസ് വോട്ട്? ടെമ്പറേച്ചർ വേഴ്സസ് വേപ്പർ പ്രഷർ. ആൻഡ് ബോയിലിംഗ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കണം? യെസ്, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു വോട്ട്? യെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. യെസ്, നോക്കിക്കോളൂ,
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ദാ ഇവിടെ നിന്ന് ദാ ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ പ്യുവർ സോൾവെൻ്റ് ആണെന്ന് പറയാം. ദിസ് ഈസ് പ്യുവർ സോൾവെൻറ്റ്. ഓക്കെ, ഇനി സൊല്യൂഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ ടെമ്പറേച്ചറിൽ ഇത്രയാണ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ അല്ലേ. ഇനി അപ്പോൾ സൊല്യൂഷൻ്റെ ആകുമ്പോഴോ സെയിം ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ്റെ എന്തായിരിക്കും, യെസ്, കുറവായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഇത് താഴെയായിരിക്കും അല്ലേ ഗ്രാഫ്. യെസ്, ദിസ് ഈസ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്തുകൊണ്ടാണ്, യെസ്, നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ എന്തായിരിക്കും, ഡിക്രീസ് ആയിരിക്കും, കുറയും എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെയാകുമ്പോൾ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലേ, വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു, യെസ്, ദിസ് ഇസ് മൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നൗ സീ ദിസ്, ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ടി ബി നോട്ട് എന്ന് വിളിച്ചു പോരുന്നത്. യെസ്, ടി ബി നോട്ട്. ആൻഡ് ഇതിനെയാണ് നമ്മൾ ടി ബി എന്ന് നമ്മൾ വിളിക്കുക കേട്ടോ. ടി ബി സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ്. ടി ബി ഈസ് വാട്ട്, ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ? യെസ്, ഇൻക്രീസ് ചെയ്തു അല്ലേ. ആൻഡ് ഈ ഡിഫറൻസ് അതായത് ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ ടി ബി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോർ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു വോട്ട്, ടി ബി മൈനസ് ടി ബി നോട്ട്. ഓക്കെ, സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് മൈനസ് എന്താണ്, പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് വോട്ട്, ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. വോട്ട് ഇസ് ഇറ്റ്? ഡെൽറ്റ ടി ബി ഈസ് കോൾഡ് വോട്ട്, ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അതായത് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് ഇങ്ങനെയും പറയാം, ഓൾവേസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ is greater than what, ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ് അല്ലെങ്കിൽ പ്യുവർ സോൾവെൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞത് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു വോട്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യെസ്, ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, യെസ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്, യെസ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി ഈസ് വോട്ട്, ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഇൻ പ്രസൻസ് ഓഫ് വോട്ട്, യെസ്, നോൺ വോളട്ടൈൽ സൊല്യൂട്ട്. In presence of non-volatile solute. ഓക്കെ, ആൻഡ് നോക്കിക്കോളെ. ഇനി അടുത്തത് ഡെൽറ്റ ടി ബിനെ എങ്ങനെ നമ്മൾ പറയുന്നു, ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി ബി നോട്ട്. വേർ ടി ബി എന്താണ്, യെസ്, ടി ബി ഈസ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആൻഡ് ടി ബി നോട്ട് ഈസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യം പറയാം അല്ലേ. എൻ്റെ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്രത്തോളം ഈ ഇലവേഷൻ, ശ്രദ്ധിക്കണേ, ഈ ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സോൾവെൻറ്റിനേക്കാൾ കൂടുതലുള്ള ഈ എത്രത്തോളം ഇലവേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. ഞാൻ പറയും ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് എന്ന് ഞാൻ പറയും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഞാൻ കുറച്ചുകൂടെ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് എന്ത് വരും, ദാ ഇവിടെ കുറച്ചും കൂടെ ഇങ്ങോട്ടാണെങ്കിൽ ദാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യും അല്ലേ. അതായത് കൂടുതൽ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബിയുടെ വാല്യൂ എന്താവും, പിന്നെയും ഇൻക്രീസ് ചെയ്യും. കറക്റ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും അല്ലേ, ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അതായത് ഇത് നമ്പർ ഓഫ് മോൾസ് ആണല്ലേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലേ. അതായത് നമ്പർ ഓഫ് മോൾസ് പെർ സൊല്യൂട്ട് പെർ വോളിയം എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, മൊളാരിറ്റിയാണ്. നമ്പർ ഓഫ് മോൾസ് പെർ കിലോഗ്രാം ഓഫ് വാട്ടർ സോൾവെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താണ്, വാട്ട് ഇസ് ദിസ്, ഇത് മൊളാലിറ്റിയാണ്. സോ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബേസിക്കലി മൊളാലിറ്റിയിലാണ്. അതായത് ഇതിനെ നമ്മൾ കോൺസെൻട്രേഷൻ ടേമിൽ എക്സ്പ്രസ് ചെയ്താൽ, കോൺസെൻട്രേഷൻ ടേമിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഡെൽറ്റ ടി ബി
ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. what is m? മൊളാലിറ്റി. what is it? നമ്മൾ കോൺസെൻട്രേഷൻ ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണല്ലോ. ഓക്കെ, നമ്മളപ്പോൾ വോളിയത്തിലോ അല്ലെങ്കിൽ കിലോഗ്രാമിലോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കിലോഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും മൊളാലിറ്റി, വോളിയത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും മൊളാലിറ്റി. ഇവിടെ നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് മൊളാലിറ്റിയുടെ ടേമിലാണ്. വിൽ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് വാട്ട്? മൊളാലിറ്റി. ഓക്കെ, എന്നിട്ട് ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് നമ്മൾ പറയും. വേർ കെ പി ഇസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് വോട്ട്? യെസ്, മോളാൽ ഇലവേഷൻ കോൺസ്റ്റൻറ്റ്. മോളാൽ ഇലവേഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ ഉണ്ടടാ, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ ഇവരെ വിളിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നേച്ചർ ഓഫ് സോൾവെൻറ്റ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ കെ ബി. ഇതാണ് കെ ബി ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? യെസ്, നേച്ചർ ഓഫ് സോൾവെൻറ്റ്. നേച്ചർ ഓഫ് സോൾവെൻറ്റിനെ മാത്രമേ ഇവരെന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എഴുതിയല്ലേ, ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ എനിക്ക് മൊളാലിറ്റി എങ്ങനെ എഴുതാം? ഇതൊരു കോൺസെൻട്രേഷൻ ടേം ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? വെയ്റ്റ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, weighed by molar mass of solute into 1000 by mass of solvent in what? grams. അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ എന്താണ്? ഇവിടെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. അതായത് നമുക്ക് ഈ ഒരു ടേം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, അതായത് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും നമ്മൾ ഇതേ കാര്യങ്ങൾ സംസാരിക്കും. അതായത് നിങ്ങളുടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണെങ്കിലും ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലേ. ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇതിനൊക്കെ കൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യെസ്, നമുക്ക് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ ഞാനിത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. യെസ്, ഇനി നോക്കിക്കോളെ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്. ഗിവൺ 2 സൊല്യൂഷൻ വെർ സൊല്യൂഷൻ എ എന്താണ്? 4 gram ഓഫ് യൂറിയ ഇൻ 100 gram ഓഫ് വാട്ടർ. നോക്കിക്കോളെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. മൊളാലിറ്റിയുടെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 4 gram ഇൻ 100 gram. യെസ്, 8 gram ഓഫ് യൂറിയ ഡിസോൾവ്ഡ് ഇൻ 100 gram ഓഫ് വാട്ടർ. ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ല, ഇൻകറക്റ്റ്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 8 gram ഉണ്ട്, 4 gram ഉണ്ട്. ഏതാണ് കൂടുതൽ? യെസ്, 4 gram ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, മൊളാലിറ്റിയാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ശ്രദ്ധിക്കണം, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ് അല്ലേ. കിലോഗ്രാം ഓഫ് സോൾവെൻ്റ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് സെയിം ആണ്, 100 gram ആണ്. അപ്പോൾ എവിടെയാണ് കൂടുതലുള്ളത്? ഈ സൊല്യൂഷൻ ബിയിലാണ്. സൊല്യൂഷൻ ബി കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? മൊളാലിറ്റി. യെസ്, ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. അപ്പോൾ ആർക്കായിരിക്കും ഇവിടെ? ഡെൽറ്റ ടി ബി എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വോട്ട്? ഡെൽറ്റ. യെസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഡെൽറ്റ ടി ബി ഓഫ് ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വോട്ട്? ഡെൽറ്റ ടി ബി ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. നോക്കിയേ, ഡെൽറ്റ ടി ബി എ ഈസ് ലെസ് ദാൻ വോട്ട്? ഡെൽറ്റ ടി ബി ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ദ ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റൻറ്റ് കെ ബി ഈസ് സെയിം ഫോർ ബോത്ത് സൊല്യൂഷൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ ബി ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? യെസ്, നേച്ചർ ഓഫ് സോൾവെൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. നേച്ചർ ഓഫ് സോൾവെൻറ്റ് ഇവിടെ ആരാണ്? വാട്ടറാണ്. അപ്പോൾ ഇതും എന്താണ്? കറക്റ്റാണ്. അടുത്തത്, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ് റിമെയിൻസ് ദ സെയിം ഇൻ ബോത്ത് കേസസ്. കറക്റ്റ് അല്ലേ? യെസ്, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് ആവുമോ? ഇല്ല, പ്യുവർ സോൾവെൻ്റ് ആണ്, കറക്റ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അടുത്തത് എന്താണ്? ദ ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ ഓഫ് എ ഗ്രേറ്റർ ദാൻ വോട്ട്? ബി. ശരിയാണോ? അല്ല, തെറ്റ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. എന്താണ്? ഇൻകറക്റ്റ് ഓപ്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി. ഓൾറൈറ്റ്, ഇനി അതായത് ബോയിലിംഗ് പോയിന്റും ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിനെ പറ്റിയും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇനി ഇതേപോലെയാണ് ഫ്രീസിങ് പോയിന്റ് ഓഫ് ലിക്വിഡും. നോക്കിക്കോളെ, ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു നമ്മൾ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച്, നോക്കിക്കോളെ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇങ്ങനെ പറയും നമ്മൾ, ദി വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ബിക്കംസ്
becomes equal to solid phase to its solid phase. ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ലിക്വിഡിനാകുമ്പോൾ വേപ്പർ പ്രഷർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ സോളിഡിൻ്റെ വേപ്പർ പ്രഷർ? അതായത് ഇവിടെ നോക്കിക്കോ, ഇവിടെ ഞാൻ ഐസ് എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ് ഐസ്, അതായത് സോളിഡ് ആയിരിക്കും കേട്ടോ. ഇത് ഐസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഐസിൽ എന്തായിരിക്കും, സോളിഡ് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യത്തില്ല, ഒരുപാടൊന്നും വേപ്പർ പ്രഷർ എന്ത് ചെയ്യത്തില്ല, പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. മേ ബി 1-2 വേപ്പർ പ്രഷറൊക്കെ മോളിക്യൂളൊക്കെ എന്ത് ചെയ്യും, വേപ്പറായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് സോളിഡാണ്. സോളിഡിൻ്റെ വേപ്പർ പ്രഷർ എന്താണ്, ഓൾമോസ്റ്റ് നില്ലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. ഇവിടെ ഞാൻ നേരത്തെ പോലെ തന്നെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, എന്താ പറയുന്നത്, ഇവിടെ ഇതാ ടെമ്പറേച്ചർ ഞാനിവിടെ വരയ്ക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, വേപ്പർ പ്രഷർ ഞാനിവിടെ എഴുതുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് സോളിഡിന് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും. ഇനി ഇത് ദിസ് ഇസ് വാട്ട് വേപ്പർ പ്രഷർ ഓഫ് സോളിഡ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സിംപ്ലി ഞാൻ എന്ത് ചെയ്താൽ മതി, സോളിഡ് എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇനി ഇവിടെ എന്തായിരിക്കും, യെസ്, ഇവിടെ ഇതാ ഇങ്ങനെയായിരിക്കും എൻ്റെ ലിക്വിഡ്. ഇതാണ് എൻ്റെ സോൾവെൻറ്റ്. ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്, സോൾവെൻറ്റ്. ഓക്കെ, ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, യെസ്, ഫ്രീസിങ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്, TF0. The temperature at which the vapor pressure of solid becomes equal to what? Vapor pressure of liquid. ഇതിനെയാണ് നമ്മൾ ഫ്രീസിങ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫ്രീസിങ് പോയിന്റ് ഓഫ് സൊല്യൂഷനെയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോയിലിംഗ് പോയിന്റിൽ വരച്ചതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. നോക്കിക്കോളൂ, ഇവിടെ എന്ത് ചെയ്യുന്നു, വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. യെസ്, ദിസ് ഇസ് മൈ വേപ്പർ പ്രഷർ ആൻഡ് ദിസ് ഇസ് മൈ ടെമ്പറേച്ചർ. നമ്മളുടെ സോളിഡിൻ്റെ വേപ്പർ പ്രഷർ ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് സോൾവെൻറ്റ് എന്തായിരുന്നു, യെസ്, സോൾവെൻറ്റിൻ്റെ ഇതായിരുന്നു. ഓക്കെ, ദിസ് ഇസ് ഇറ്റ് സോളിഡ് ഫേസ് ആൻഡ് ദിസ് ഇസ് വോട്ട് സോൾവെൻറ്റ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും, ഓഫ് കോഴ്സ് കുറവായിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ് കുറവാണെന്ന് പറയുന്നത്, യെസ്, സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതാ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്ത് വരുന്നു. ഓക്കെ, നോക്കിക്കോളെ, ഡിക്രീസ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യും, യെസ്. അങ്ങനെയാകുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യെസ്, നമ്മുടെ ഫ്രീസിങ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ് വിച്ച് ഇസ് TF0 എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വോട്ട്, ഇത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്തായിരുന്നു, യെസ്, ഡെഫിനിഷൻ നോക്കി, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ്, ഇതാണ് നമ്മുടെ ലിക്വിഡ് വിച്ച് ഇസ് ദ സൊല്യൂഷൻ, ബിക്കംസ് ഈക്വൽ ടു ദി സോളിഡ് ഫേസ്, ടു ഇറ്റ്സ് സോളിഡ് ഫേസ്. അങ്ങനെയാകുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, TF എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കണം. ആൻഡ് ഇതിനെ നമ്മൾ യെസ് ഡെൽറ്റ TF എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം, ഡെൽറ്റ TF. ആൻഡ് ഡെൽറ്റ TF എന്തായിരിക്കും, ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു എന്താണ്, TF സൊല്യൂഷൻ മൈനസ്, ഇവിടെ നോക്കിക്കോളൂ, TF സൊല്യൂഷൻ മൈനസ് TF പ്യുവർ സോൾവെൻറ്റ്, TF മൈനസ് TF നോട്ട്. ഓക്കെ, ഡെൽറ്റ TF. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്, ലോവറിങ് ഓഫ് ഫ്രീസിങ് പോയിന്റ് ആണ്. അതിനെ നമ്മൾ വിളിക്കും ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. നോക്കിക്കോളെ, അപ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഫ്രീസിങ് പോയിന്റ് ഓഫ് സൊല്യൂഷനെ പറ്റിയിട്ട്. അപ്പോൾ ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു വോട്ട്, ഇവിടെ നോക്കിക്കോളെ, എന്താണ്, TF മൈനസ് TF0, where TF0 is freezing point of pure solvent, and TF എന്താണ്, ഇസ് ഫ്രീസിങ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഫ്രീസിങ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് എന്തായിരിക്കും, യെസ്, വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട്, ഫ്രീസിങ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നോക്കിക്കോളെ, രണ്ടാമത്തെ ഒരു പോയിന്റ് എഴുതുകയാണെങ്കിൽ നമ്മുടെ ഫ്രീസിങ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആയിരിക്കും, ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കൂടുന്തോറും നിങ്ങളുടെ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്താവും, ഡിക്രീസ് ചെയ്ത് വരും. ഇവിടെ ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നു, യെസ്, ഞാനിവിടെ
കൂടുതൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും, പിന്നെയും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇനി എൻ്റെ ബോയിലിംഗ് പോയിന്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, ബോയിലിംഗ് പോയിന്റ് ഇസ് ആക്ച്വലി എന്താണ്, പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ, കാരണം ഇലവേഷനാണ്. യെസ്, ഈ ഡെൽറ്റ ടി എഫ്. ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ടി എഫ് മൈനസ് ടി എഫ് നോട്ട് അല്ലേ. അതായത് ഇവിടെ ടി എഫ് എന്താണ്, ചെറിയ വാല്യൂ ആണ്. ചെറിയ വാല്യൂ മൈനസ് വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും, ഇവരെന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷേ നമ്മൾ എന്താ എടുക്കുന്നത്, ഇവരുടെ മോഡ് വാല്യൂ നിങ്ങൾ എടുത്താൽ മതി. എന്ത് ചെയ്താൽ മതി, യു ടേക്ക് ദ പോസിറ്റീവ് വാല്യൂ. നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിലും യു ടേക്ക് ദി മോഡ് വാല്യൂ എടുത്താൽ മതി. ഓക്കെ, വി വിൽ ടേക്ക് വോട്ട്, മോഡ് വാല്യൂ. ഓക്കെ, ഇനി നോക്കിക്കോളെ, ഈ ഡെൽറ്റ ടി എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നോക്കിക്കോളെ ഇവിടെ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ടി എഫ് എന്താണ്, ടി എഫ് ഓഫ് സൊല്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. പക്ഷേ ഇവിടെ എന്താ ഞാൻ പറയുന്നത്, ഡെൽറ്റ ടി എഫ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ദിസ് ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു വോട്ട്, മൊളാലിറ്റി. അല്ലെങ്കിൽ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അതായത് ഇവിടെ നോക്കിക്കോ, ഇവിടെ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്തായിരിക്കും, ഇതാ ഈ ഡെൽറ്റ ടി എഫിൻ്റെ വാല്യൂ എന്താവും, പിന്നെയും എനിക്ക് ഇൻക്രീസ് ചെയ്ത് കിട്ടും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും ഡെൽറ്റ ടി എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം, which is what, molality of solute. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെൽറ്റ ടി എഫ് ഇസ് ആക്ച്വലി എന്തായിരിക്കും, കെ എഫ് ഇൻറ്റു എം എന്ന് എനിക്ക് എഴുതാം. ഈ കെ എഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. നേരത്തെ നമ്മൾ വിളിച്ചിരുന്നത് മോളാൽ ഇലവേഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേര് വിളിക്കുക, വിച്ച് ഇസ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ വിളിക്കും. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇസ് വെയ്റ്റ് ബൈ മോളാർ മാസ് ഇൻ ടു 1000 ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാംസ് എന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, രണ്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ടെയ്ൻസ് 100 gram ഓഫ് ഗ്ലൂക്കോസ് വിത്ത് എ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് T1. ഓക്കെ, അടുത്തെന്താണ്, കണ്ടെയ്ൻസ് സൊല്യൂഷൻ ബി. അപ്പോൾ ഇവിടെ എഴുതാം, സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ 100 gram ഗ്ലൂക്കോസ് വിത്ത് ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്, T1 കെൽവിൻ ആണ്. ഇനി ബി എന്താണ്, 150 gram ഗ്ലൂക്കോസ് ആണ് വിത്ത് എ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്, T2 ആണ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ റിലേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ, നിങ്ങൾ പറഞ്ഞോളൂ, ഇതാ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എവിടെയാണ് കൂടുതൽ, ഇവിടെയാണ് കൂടുതൽ അല്ലേ. നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടായിരുന്നു, ടി എഫ് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ അല്ലേ, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, യെസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എവിടെയാണ് കൂടുതൽ, 150 ഗ്രാമിലാണ് കൂടുതൽ. അപ്പോൾ എന്തായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ T2 will be less than what, T1 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ എന്തായിരിക്കും, ഇസ് ഓപ്ഷൻ ബി. ഓൾറൈറ്റ്, ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഓസ്മോസിസിനെ പറ്റിയാണ്. എന്താണ് ഓസ്മോസിസ്? ലെറ്റ്സ് സേ ഞാൻ ഇങ്ങനെ പറയാനടാ, ഇവിടെ നമ്മൾ ഓസ്മോസിസിനെ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇതാ ഞാനൊരു കണ്ടെയ്നർ എടുക്കുന്നു. ഓക്കെ, നമുക്കിവിടെ എന്ത് വേണം, ഓസ്മോസിസ് നടക്കണമെങ്കിൽ നമുക്കൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ നമുക്ക് ആവശ്യമാണ്. വാട്ട് ഇസ് ഇറ്റ്? യെസ്, സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ നോക്കിക്കോ, ഇങ്ങനെ ഞാനൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഞാനിവിടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതാ എൻ്റെ സെമി പെർമിയബിൾ മെംബ്രെയിൻ, SPM. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ സൊല്യൂഷൻസ് എടുക്കുന്നു, വിച്ച് ഇസ് ദിസ് ഇസ് അറ്റ് കോൺസെൻട്രേഷൻ വോട്ട് C1 ആൻഡ് ദിസ് ഇസ് അറ്റ് കോൺസെൻട്രേഷൻ C2. കോൺസെൻട്രേഷൻ C1 ഉണ്ടാകും, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ C2 ഉണ്ടാകും.
Okay, see this one. Okay, yes, this is my concentration. ഇവിടെ എന്താണ് C1 എന്ന് ഞാൻ പറയുകയാണ്. ദിസ് ഇസ് C2. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് കോൺസെൻട്രേഷൻ ആർക്കാണ് കൂടുതൽ? C1 ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട് C2 എന്ന് ഞാൻ പറയുകയാണ്. എന്നിട്ട് ഓസ്മോസിസിനെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദി മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ്. നോക്കണേ, നോട്ട് ദി സൊല്യൂട്ട് മോളിക്യൂൾസ്. ദ മൂവ്മെന്റ് ഓഫ് solvent molecules from ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് ലോ കോൺസെൻട്രേഷൻ. ശ്രദ്ധിക്കണേ, ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ through a semi-permeable membrane is called what? Osmosis. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുകയാണ് ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. എന്ത് വന്നാലും ഹൈയിൽ നിന്ന് ലോ. പക്ഷേ ഓസ്മോസിസ് എന്താണ്? ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. നോക്കിക്കോളെ എന്തുകൊണ്ടായി പറയുന്നതെന്ന്. ഇവിടെ വാട്ടർ എന്താ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് C1 is concentration of C1 is greater than what? C2. അങ്ങനെയാകുമ്പോൾ ദാ നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾസ് മൂവ്സ് ഫ്രം വിച്ച് ഡയറക്ഷൻ? യെസ്, ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. ഇതിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ ബി എന്ന് എനിക്ക് വിളിക്കുകയാണെങ്കിൽ AB എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഓസ്മോസിസ് എവിടെയാണ് നടക്കുക? യെസ്, ദിസ് ഇസ് മൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓസ്മോസിസ് എവിടെ നിന്നാണ്? ബി എന്ന് പറയുന്ന ബീക്കറിൽ നിന്ന് എ എന്ന് പറയുന്ന ബീക്കറിലേക്ക് നടക്കും. ഓൾറൈറ്റ്, അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ്സ് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ നമുക്ക് രണ്ട് പ്രോസസ്സ് ഉണ്ടല്ല, ഓസ്മോസിസും ഉണ്ട്, അതേപോലെ ഡിഫ്യൂഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇയാളെ പറ്റി, രണ്ട് പേരെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നോക്കൂ, രണ്ടും എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഓക്കെ, സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഇവിടെയും എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? സെമി പെർമിബിൾ മെംബ്രെയിൻ എന്തായിരിക്കും? ഓസ്മോസിസിൽ റിക്വയർഡ് ആണ്. ഇവിടെ എന്താണ്? സെമി പെർമിബിൾ മെംബ്രെയിൻ നോട്ട് റിക്വയർഡ്, ഡിഫ്യൂഷൻ. ഓക്കെ, അടുത്തെന്താണ്? ഇവിടെ നടക്കുന്നത് ഓൺലി സോൾവെന്റ് മോളിക്യൂൾസ് മൂവ്സ്. ഇവിടെ എന്തായിരിക്കും? പക്ഷേ ഡിഫ്യൂഷനിൽ എന്താണ്? ബോത്ത് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് മോളിക്യൂൾസ് ആക്ച്വലി മൂവ്സ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇത് ചോദിക്കാം, എന്തുകൊണ്ടാണ് സൊല്യൂട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യാത്തത്? ഇവിടെ നിന്ന് എന്താണ്? സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു, എന്തുകൊണ്ട് സൊല്യൂട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല? കാരണം എന്താണെന്നോ? ദ സൈസ് ഓഫ്, അതായത് ബിക്കോസ് ഇവിടെ വൈ സൊല്യൂട്ട് മോളിക്യൂൾ ഡു നോട്ട് മൂവ്. വൈ സൊല്യൂട്ട് മോളിക്യൂൾസ് ഡു നോട്ട് മൂവ് ഓർ ട്രാൻസ്ഫർ. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് ഈ സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ ഇടയിലൂടെയാണ് പോകേണ്ടത് അല്ലേ? ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ബിക്കോസ് സൈസ് ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾ എന്താണ്? സൊല്യൂട്ട് മോളിക്യൂൾ ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? ഈസ് ഗ്രേറ്റർ ദാൻ സെമി പെർമിബിൾ മെംബ്രെയിൻസിൻ്റെ പോർസിനേക്കാൾ ഗ്രേറ്റർ ആണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകേണ്ടത് അല്ലേ? അപ്പോൾ സൊല്യൂട്ട് മോളിക്യൂളിൻ്റെ സൈസ് എന്താണ്? കൂടുതലാണ്. സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ പോർസിനേക്കാളും എന്തായിരിക്കും? സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ സൈസ് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യാത്തത്? ട്രാൻസ്ഫർ ചെയ്യപ്പെടാത്തത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓസ്മോട്ടിക് പ്രഷർ. അതിനു മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ വാല്യൂ ഓഫ് KB. ഓക്കെ, KB പറ്റിയുള്ള ഒരു വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. KB ഡിപ്പെൻഡ്സ് അപ്പോൺ വോട്ട്? നേച്ചർ ഓഫ് സൊല്യൂട്ട് ആണോ? തെറ്റാണ് അല്ലേ? KB ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സോൾവെന്റ്, വിച്ച് ഈസ് വോട്ട്? റോങ് ആണ് അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വോട്ട്? സോൾവെന്റ്. KB ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സോൾവെന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. KB ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ സോൾവെന്റ്. കറക്റ്റ് ആണ്. അപ്പോൾ ഇതും റോങ് ആയിരിക്കും. ഇടയിലൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. എനിവേ, നമുക്കിനി എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഓസ്മോട്ടിക് പ്രഷറാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ആക്ച്വലി ഓസ്മോട്ടിക് പ്രഷർ? അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ. ഞാൻ ഈ ഒരാളെ ഞാൻ എന്ത് ചെയ്യാണ്? കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഓസ്മോസിസ് നടക്കുന്നുണ്ട് അല്ലേ? ഏത് ഡയറക്ഷനിലാണ്? യെസ്, ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെയുള്ള വേപ്പർ പ്രഷർ
ഇവിടെ ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേപ്പർ പ്രഷർ എപ്പോഴും എന്തായിരിക്കും, യെസ്, ലോ കോൺസെൻട്രേഷനിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം വേപ്പർ പ്രഷർ എന്താവും, കുറയും. അപ്പോൾ ഞാൻ ഇതിനെ P1 എന്ന് വിളിക്കുകയാണ്, ഇതിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്, P2 എന്ന് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളെ, P1 ഇതാണ്, ഇവിടെ P2. ഓക്കെ, ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റത്തില്ല. ഇനി ഇവിടെ ഇപ്പോൾ ഓസ്മോസിസ് നടക്കുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഈ ഓസ്മോസിസ് ഈ പ്രോസസ്സിന് എന്ത് ചെയ്യണം, എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് ഞാൻ ഈ P1ൻ്റെ വാല്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇത് 5 ആണെന്ന് വിചാരിക്കുക, 5 APM. ഓക്കെ, ഇവിടെ എത്രയാണെന്ന് വിചാരിക്കുക, ഇത് 3 ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യണം, ഞാൻ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യണ്ടേ, അതായത് ഞാൻ ഹൈ കോൺസെൻട്രേഷൻ സൈഡിൽ എനിക്ക് എന്ത് ചെയ്യണം, പ്രഷർ അപ്ലൈ ചെയ്യേണ്ട വരും അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യേണ്ട വരും, ഇവിടെ ഞാൻ എന്ത് ചെയ്യേണ്ട വരും, പ്രഷർ അപ്ലൈ ചെയ്യേണ്ട വരും. ഓക്കെ, ഈ പ്രഷറിനെ ഞാൻ എന്ത് വിളിക്കുന്നു, പൈ എന്ന് ഞാൻ വിളിക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ അപ്പോൾ ഈ പൈൻ്റെ വാല്യൂ എത്രയായിരിക്കുമടാ, 2 ആയിരിക്കത്തില്ലേ, അത്രയേ ഉള്ളൂ ഈ കാര്യം. അതായത് എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ദ പ്രഷർ അപ്ലൈഡ് ഓൺ, എവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ദ പ്രഷർ അപ്ലൈഡ് ഓൺ ഹയർ കോൺസെൻട്രേഷൻ സൈഡ് അല്ലേ, ഹയർ കോൺസെൻട്രേഷൻ സൈഡ് ഓൺ higher concentration side of solution to make osmosis what stops, to make osmosis stops. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ എനിക്ക് ഇങ്ങനെ പറയാം, P1. ഓക്കെ, ഇതാണ് ലോ കോൺസെൻട്രേഷനിലുള്ള, നോക്കണേ, ഇതാണ് നമ്മുടെ ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. is equal to P2 plus pi, and this particular pi term is called what, guys? This pi is called what? Osmotic pressure. This pi is called what? Osmotic pressure. അതായത് ഈ P1 ഇത് 5 ആണെങ്കിൽ ഇതെന്താണ്, ഇത് കുറവായിരിക്കും, അപ്പോൾ ഇതെന്തായിരിക്കും, 3 ആയിരിക്കും. ഈ പൈൻ്റെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ സിംപ്ലി എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, P2 plus pi is equal to what, P1. ഓർ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ, പൈ ഇസ് ഈക്വൽ ടു വാട്ട്, P1 മൈനസ് P2. ഓക്കെ, വേർ P1 ഇസ് ഗ്രേറ്റർ ദാൻ വാട്ട്, P1 ഇസ് ഗ്രേറ്റർ ദാൻ P2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിനെ നിങ്ങൾ വീണ്ടും സോൾവ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ അറൈവ് അറ്റ് ദിസ് റിലേഷൻ, പൈ ഇസ് ഈക്വൽ ടു CRT. ഓക്കെ, വാട്ട് ഇസ് C? C ഇസ് വാട്ട്, കോൺസെൻട്രേഷൻ. C എന്താണ്, കോൺസെൻട്രേഷൻ ആണ്. ഇനി സി നോക്കിക്കോളെ, സീനെ എങ്ങനെ നമുക്ക് എഴുതാം, C ഇസ് ഈക്വൽ ടു N/V/RT എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്നിനെ എങ്ങനെ എഴുതാൻ പറ്റും, യെസ്, മാസ് ബൈ മോളാർ മാസ് ഓഫ് വാട്ട്, സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വാട്ട്, വോളിയം ഇൻറ്റു RT. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, ദിസ് ഈസ് ആക്ച്വലി ലൈക്ക് ദിസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഓസ്മോസിസ് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ശ്രദ്ധിക്കണേ, ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓസ്മോസിസ്. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നു അതിനെ നമ്മൾ വിളിക്കും ഓസ്മോട്ടിക് പ്രഷർ. ആ ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വൽ ടു CRT. ക്ലിയർ? യെസ്. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇതാ ഡെഫിനിഷൻ ജസ്റ്റ് അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഐസോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് സെയിം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആസ് ദ സെൽ ഓർ അനദർ സൊല്യൂഷൻ. അതായത് നമ്മളൊരു സെല്ലെടുക്കുകയാണെന്ന് വിചാരിച്ചു, ഇതൊരു സെല്ല്. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും, പുറത്ത് എന്തുണ്ടാവും, ഇസ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെല്ലിലും ഔട്ട്സൈഡിലും എന്താണ്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്താണ്, സെയിം ആണ്. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, യെസ്, ദിസ് ഇസ് കോൾഡ് വാട്ട്, ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് നടക്കുമോ, ഇല്ല. എന്താണ്, ദർ ഈസ് നോ നെറ്റ് മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സോൾവെന്റ് അക്രോസ് ദി സെൽ മെംബ്രെയിൻ. സോ ദ സെൽ മെയിൻറ്റെയിൻസ് വാട്ട്, ഷേപ്പ്. ഒന്നും തന്നെ നടക്കത്തില്ല, കാരണം രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ എന്താണ്, സെയിം ആണ്. അവരൊരു ഇക്വിലിബ്രിയം പോലെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി അടുത്തെന്താ, ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതേപോലെ നിങ്ങളൊരു സെല്ല് കൺസിഡർ ചെയ്യുക. സെല്ല് കൺസിഡർ ചെയ്തോ,
ഇവിടെ ഇങ്ങനെ ഒരു സെല്ല്. ഓക്കെ, ദിസ് ഇസ് മൈ സെൽ. എൻ്റെ പുറത്തുണ്ട്. ഓക്കെ, ദിസ് ഇസ് മൈ സെൽ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ദാൻ ദി സെൽ. ഈ സെല്ലിനേക്കാളും കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ദാ ഇവിടെ കൂടുതലായിരിക്കും. കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സെല്ലിൽ എന്താണ്? ലോ കോൺസെൻട്രേഷൻ. പുറത്തെന്താണ്? ഹൈ കോൺസെൻട്രേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ദാ ഇവിടെ നിന്ന് വാട്ടർ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും. അല്ലേ? ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ ആണല്ലോ വാട്ടർ ഒക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യപ്പെടും? ഷ്രിങ്ക് ചെയ്യപ്പെടും. സെൽ ആക്ച്വലി എന്ത് ചെയ്യും? ഷ്രിങ്ക്സ്. ഷെൽ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വാട്ടർ മൂവ്സ് ഔട്ട് ഓഫ് ദി സെൽ കോസസ് ഇറ്റ് ടു ഷ്രിങ്ക്. ഓക്കെ, ഇനി ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാലോ ഇതേപോലെ. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ സെല്ല്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? യെസ്, ഇവിടെ സെല്ലിനുള്ളിൽ എന്തായിരിക്കും? ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ലോ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ വാട്ടർ എവിടെ നിന്ന് മൂവ് ചെയ്യും? യെസ്, നമ്മൾ ദാ പുറത്ത് നിന്ന് ഉള്ളിലോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യും? എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ദാൻ ദി സെൽ. പുറത്ത് എന്തായിരിക്കും? യെസ്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അങ്ങനെയാകുമ്പോൾ വാട്ടർ മൂവ്സ് ഇൻ ടു ദ സെൽ കോസിങ് ഇറ്റ് ടു സ്വെൽ ആൻഡ് പൊട്ടൻഷ്യലി ബേസ്റ്റ്. അതായത് ഇത് തടിച്ച് വരും എന്നാണ് പറയുന്നത്. അതായത് വാട്ടർ ഇങ്ങോട്ടേക്ക് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? ബൾജായി വരും. കുറേ ബൾജായാൽ ഇവരെന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്ട്? ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ്. ക്ലിയർ ആണല്ലോ? യെസ്. ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഈ റിവേഴ്സ് ഓസ്മോസിസിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കയ്യിൽ, നമ്മുടെ അടുത്ത് സോൾട്ട് വാട്ടർ ഉണ്ട് അല്ലേ? അതായത് കടൽ വെള്ളം അല്ലേ? സീ വാട്ടർ നമുക്ക് ഒരുപാടുണ്ട്. നമുക്കറിയാം നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റിയാണ് അല്ലേ? ആഫ്രിക്കയിലൊക്കെ വളരെ വാട്ടർ സ്കേഴ്സിറ്റിയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സീ വാട്ടർ എന്താണ്? സീ വാട്ടറിൽ ഒരുപാട് വാട്ടർ ഉണ്ട് അല്ലേ? പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സലൈനാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രഷ് വാട്ടർ അല്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ സീ വാട്ടറിൽ നിന്ന് ആക്ച്വലി നമുക്ക് ഫ്രഷ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതായത് നോക്കിക്കോളെ, ഇതാ ഇവിടെ ഇപ്പോൾ ഞാൻ എടുക്കുന്നു. സോ ദിസ് ഇസ് വാട്ട് എൻ്റെ സീ വാട്ടറാണ്. സീ വാട്ടർ ഉണ്ട്. ഇവിടെ എന്താണ്? ഞാൻ കുറച്ച് ഫ്രഷ് വാട്ടർ എടുക്കുന്നു. ഓക്കെ, ഫ്രഷ് വാട്ടർ എടുക്കുന്നു. യെസ്, ദിസ് ഇസ് മൈ ഫ്രഷ് വാട്ടർ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എവിടെയാണ് കോൺസെൻട്രേഷൻ കൂടുതൽ? അപ്പം നിങ്ങൾ ഇതിന് ഒന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല അല്ലേ? സോൾട്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? വേ ഗ്രേറ്റർ ആയിരിക്കും കമ്പയർഡ് ടു ഫ്രഷ് വാട്ടർ. അപ്പോൾ ഓസ്മോസിസ് എവിടെ നടക്കും? ഇതാണ് എൻ്റെ സെമി പെർമിബിൾ മെംബ്രെയിൻ. ഓസ്മോസിസ് എവിടെ നടക്കും? യെസ്, ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ നടക്കും. ലോ കോൺസെൻട്രേഷൻ എവിടെയാണ്? ഇതാ ഇങ്ങോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരും. അതായത് ഇതിനെ കൊണ്ട് യൂസ് ഉണ്ടോ? നമുക്ക് എന്താ വേണ്ടത്? ഫ്രഷ് വാട്ടർ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഉള്ള ഫ്രഷ് വാട്ടറും കൂടെ സീ വാട്ടറിലേക്ക് പോവുകയാണ്. ഇതാണോ നമുക്ക് വേണ്ടത്? അല്ല. നമുക്ക് എന്ത് ചെയ്യണം? സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പക്ഷേ ഓസ്മോസിസ് എന്താണ്? ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു ഓസ്മോട്ടിക് പ്രഷർ അല്ലേ? അതായത് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു P1 is equal to, ഇതിനെ ഞാൻ P1 എന്ന് വിളിക്കുകയാണെങ്കിൽ, ഇഫ് ഐ കോൾ ദിസ് P1 ആൻഡ് ദിസ് ഇസ് P2 അല്ലേ? P1 is equal to P2 പ്ലസ് പൈ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ. അതായത് ഇവിടെ ഞാൻ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തു. ഓക്കെ, അതായത് ഓസ്മോസിസ് നിർത്താനുള്ള പ്രഷർ. ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഞാൻ ഈ സീ വാട്ടറിൽ ഞാൻ എന്ത് ചെയ്യുന്നു? യെസ്, ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യണം. പ്രഷർ അപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ലെറ്റ്സ് സേ ഇത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 5 ATM ആയിരുന്നു, ഇത് 3 ആണ്. ഇവിടെ പൈ എന്താണ്? 2 ആണ് എന്ന് വിചാരിക്കുക. ഞാനൊരു പ്രഷർ അപ്ലൈ ചെയ്യാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ട് പറയുകയാണ്, അപ്ലൈ സം പി ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ATM. അതായത് പി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വോട്ട് പൈ എന്ന് ഞാൻ പറയുകയാണ്. അതായത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയൊരു പ്രഷർ നിങ്ങൾ അപ്ലൈ ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഈ ഡയറക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യപ്പെടും അല്ലേ? ദ ഡയറക്ഷൻ ആക്ച്വലി ഇഫ് യുവർ പി ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് പൈ, വിച്ച് ഇസ് വോട്ട്? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രഷറാണ്. Then what happens? Then
റിവേഴ്സ് ഓസ്മോസിസ് ടേക്സ് പ്ലേസ്. റിവേഴ്സ് ഓസ്മോസിസ് ടേക്സ് പ്ലേസ്. റിവേഴ്സ് ഓസ്മോസിസ് ടേക്സ് പ്ലേസ്. അതായത് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ്സ് ഫ്രം സോൾവെന്റ് മോളിക്യൂൾസ് മൂവ്സ് ഫ്രം എന്താ മൂവ്സ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. യെസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? യെസ്, റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രഷ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെയും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇത് കോസ്റ്റ് എഫക്റ്റീവ് അല്ല, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സലൈൻ വാട്ടർ ഒരുപാടില്ലേ, കടൽ വെള്ളം ഒരുപാടുണ്ടല്ലേ. പക്ഷേ ഇതെന്താണ്? ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാത്തത്. ഓക്കെ, ഇനി ഇത്രയുമാണ് ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ആക്ച്വലി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എനിക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദോസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങളെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻസ്, നമ്മളെ ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് ഡിപ്പെൻസ് ഓൺലി ഓൺ number of solute particles, and this is very important, and not on nature of solute particles and size of solute particles. അതായത് ഇത്രയേ ഉള്ളൂ, ബാക്കി ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, it depends only on what number of solute particles. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വി ഹാവ് വോട്ട് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണെന്നറിയോ? നമ്മുടെ RLVP, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താണ്? ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അടുത്തെന്താണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ആൻഡ് ഫൈനലി ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇതൊക്കെ എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അതായത് നമ്മുടെ RLVP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നോക്കിക്കോളെ? PA0 മൈനസ് PS ബൈ PA0 ഈസ് ഈക്വൽ ടു വോട്ട്? Chi-B. Chi-B എന്ന് പറഞ്ഞാൽ എന്താണടാ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ? Chi-B എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? ഇവരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദിസ് ഇസ് RLVP അല്ലേ? അടുത്ത എന്താണ്? ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എന്താണ്? ΔTB ഈസ് ഈക്വൽ ടു വോട്ട്? KB ഇൻറ്റു M. M എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാലിറ്റിയാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അടുത്തത് ΔTF, again KF into M. Pi is equal to what? CRT, concentration. ആരാണ്? concentration of ആര്? concentration of solute, number of moles per volume per liter of solution അല്ലേ? again solute moleculesനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവരെയാണടാ നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓൾറൈറ്റ്, ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ നോക്കി കാണാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.